Watch India's largest kids library only on Jio Hotstar. Download the app now. നമ്മൾ ഈ സിംഗിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പങ്കെടുക്കണം. മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഖസീട്ടാറാം, ഞങ്ങളെയും കൂടി ഒന്ന് പഠിപ്പിക്കേ. ഞങ്ങൾക്ക് ഈ കോമ്പറ്റീഷനിൽ ജയിക്കണം. കാക്ക കുയിലാകാൻ നോക്കിയാൽ കാക്കൊരിക്കലും കുയിലാകാൻ പറ്റില്ലെന്നുള്ള നഗ്നസത്യം ആദ്യം മനസ്സിലാക്കുമ്പോട്ട് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ആ കോമ്പറ്റീഷനിൽ ജയിക്കാൻ കഴിയില്ല. ബോട്ട് ജയിക്കുന്നത് ഈ ജോൺ ദ ഡോൺ. ഈ ജോൺ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ജോൺ എന്റെ ചങ്ക, എന്റെ ബ്രോ. നീ കൊള്ളയടിക്കുകയോ മോഷ്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പാട്ട് പാടാൻ മാത്രം നീ വളർന്നിട്ടില്ല. കാക്കയും കുയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ചങ്കേ. ആരെ കാക്കെന്ന് വിളിച്ചത്? ആരെ കാക്കെന്ന് വിളിച്ചേ? അല്ലാതെ ഇത്രയും നല്ല പേര് വേറെ ആർക്ക് ഇടാനാ? എന്നെ കാക്കെന്ന് ശരിക്കും വിളിച്ചതാണോ അതോ കളിയാക്കിയതാണോ? അതെ, ശരിക്കും കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശരി, നിങ്ങൾ എന്ത് സത്യം പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ ജോൺ കള്ളൻ ഒരു പാട്ടുകാരനാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ കള്ളം തന്നെയാ സമ്മതിക്കുന്നത്. പക്ഷെ പാട്ട് പാടി മോഷ്ടിക്കുന്നവരാ ഞാൻ. ഏതെങ്കിലും ഒരു പൂട്ട് തുറന്നില്ലെങ്കിൽ ഞാൻ അപ്പൊ പാട്ട് പാടാൻ തുടങ്ങും. അപ്പൊ തന്നെ ലോക്ക് തുറക്കാൻ. ഞാൻ പാട്ടുപാടി ആൾക്കാരുടെ അടുത്ത് ഭിക്ഷ മേടിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പാട്ടുപാടി മോഷണം നടത്തും എന്നൊക്കെ പറയുന്നത് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുവാണ്. ആദ്യം ചൂടുവെള്ളം കൊണ്ടുവരണം. അതേ വലിയേട്ട, ചൂടുവെള്ളം കൊണ്ട് എന്ത് ചെയ്യാനാ? പാട്ട് ചൂടാക്കാനാണോ അതോ ഹാർമോണിയം ചൂടാക്കാനോ? അതെ, ശബ്ദം നന്നാവണമെങ്കിൽ ചൂടുവെള്ളം കുടിക്കണമെന്നേ. നിങ്ങളുടെ ശബ്ദം നന്നാവാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞേ. ഒരു മണിക്ക് 2 പക്ഷി. ഇനി ഇവർക്ക് പാടാനാവില്ല. അപ്പൊ ഇനി നമുക്ക് ആലാപനം തുടങ്ങാം. പക്ഷെ ആലാപനമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. എവിടെ പോയി മേടിക്കാനാ? വേണേ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കടയിൽ പോയി മേടിച്ചോണ്ട് വരാം. എന്ന് പറഞ്ഞോളൂ, ഏത് കടയിലാ അത് കിട്ടുക? അതെ, ആലാപനം എന്ന് വെച്ചാൽ സ്വരം ഇടൂ, സ്വരം. എവിടെയാ ഇടേണ്ടത്? ഭിത്തിയിലിടണോ അതോ തറയിലിടണോ? അതെ, വാ കൊണ്ടാണ് ഇടേണ്ടത്. ദാ ഇങ്ങനെ. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. വരൂ, എങ്കിൽ നമുക്ക് തുടങ്ങാം. പൊളിച്ചെടുത്തല്ലോ. മോട്ടു ഇപ്പൊ കേട്ട കഴുതയുടെ ശബ്ദം അത് നിന്റേതാണോ? അല്ലല്ല വലിയേട്ടാ. പിന്നെ ഈ കഴുതയുടെ ശബ്ദം ഇപ്പൊ നമ്മൾ എവിടുന്നാ കേട്ടത്? നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുത്താലും ജയിക്കാനും പാടില്ല. അതെന്താ ഞങ്ങൾ ജയിക്കാത്തെ? കാരണം അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതെ, കൊരങ്ങിനറിയോ പായസത്തിന്റെ രുചി? പാട്ടിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ? ഏയ്, ഇപ്പൊ കാണിച്ചു തരാം. ഞാനാണ് ബോക്സർ, ലോക പ്രശസ്തനായ ബോക്സർ. എങ്ങനെയുണ്ട്? സുനാമി വന്നതുപോലെയുണ്ട്. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. ഇഡ്ഡലി കഴിക്കണോ ദോശ കഴിക്കണോ? ഞാൻ എന്താണ് കഴിക്കേണ്ടത്? എന്താണെങ്കിലും എന്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ കൂടി പാടൂ മോനെ. ശബ്ദം ഹൃദയത്തിൽ നിന്നും വരട്ടെ. അങ്ങനെ വേണം പാടാൻ.
കഴിക്കണോ ദോശ കഴിക്കണോ എന്ത് കഴിച്ചാലും ശരി അത് വായിക്ക് കൊള്ളാത്തതായിരിക്കുമല്ലോ. ഞാനിത് എങ്ങനെ പറയും? ഈ തള്ളക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? എങ്ങനെ 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 എങ്ങനെ? അയ്യയ്യോ എന്ത് പാട്ടാടത്? ഒന്നുകൂടെ പാട്. ഇഡ്ഡലി കഴിക്കണോ ദോശ കഴിക്കണോ? ഞാൻ എന്താണ് കഴിക്കേണ്ടത്? എന്ത് കഴിച്ചാലും കാശിന് കൊള്ളത്തില്ല. ഞാനത് എങ്ങനെ പറയും? ഈ തള്ളക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? എങ്ങനെ 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 എങ്ങനെ? അയ്യോ ഇതാണോ നിന്റെ ഹൃദയത്തിൽ നിന്നും വന്നത്? അപ്പാ, sorry. കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഇങ്ങനെയാണോ? ഞാനൊരു പോലീസാണ്. മമ്മി കരയില്ലേ? എന്തു പോക്കിത്തരമാണ് കാണിച്ചത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഭാരത മാതാവാണ് സത്യം, മദർ ഇന്ത്യയാണ് സത്യം. എന്റെ അമ്മോ ഡാഡി, ഈ പേപ്പറിനകത്തുള്ള പാട്ടുവരികൾ എങ്ങനെ മാറിപ്പോയി? സോറി സോറി ഡാഡി, സോറി. ഇപ്പൊ എല്ലാവരും അവരവരുടെ തൊണ്ട നന്നായി ക്ലീൻ ചെയ്യണം. ശരി, ഇപ്പൊ തന്നെ പോയേക്കാം. പക്ഷേ ബാത്റൂമില് സോപ്പും വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, തൊണ്ട ശുദ്ധീകരിക്കാൻ ഇതാ ഈ മരുന്ന് മതി. ഈ മരുന്ന് വെള്ളത്തിലൊഴിച്ച് ഞാൻ എല്ലാവർക്കും കുടിക്കാൻ തരാം. അതിനുശേഷം നിങ്ങൾക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശരി, ഇനി നിങ്ങൾ പാടാൻ തുടങ്ങിക്കോളൂ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ആരാ കാക്ക ആരാ കുയിലെന്ന്. വെള്ളിയടിച്ചു മാറ്റുന്നു, സ്വർണ്ണമടിച്ചു മാറ്റുന്നു, കാശടിച്ചു മാറ്റുന്നു. ഞാനാണ് ജോൺ, ജോൺ ദി ഡോൺ. ഞാനാണ് ബോക്സർ. എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ചു തുരത്തുന്നവൻ. ബോക്സർ, ബോക്സർ, ബോക്സർ. ഓ, ബോക്സറിന്റെ പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. എല്ലാവരും അവരവരുടെ തൊണ്ട പരിശോധിച്ചോളൂ. ഇതാ ഈ മരുന്ന് വേഗം കുടിച്ചോളൂ. മുകളിലുള്ളവൻ വിചാരിച്ചാൽ വേഗം നിങ്ങളുടെ തൊണ്ടയൊക്കെ ശരിയാകും ചങ്ങുകളെ. ആദ്യം നിങ്ങൾക്ക് ബൈ ബൈ. ഇത് ഞാൻ പാടാൻ കയറുകയാണ്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വായിന്ന് സംഗതികൾ ഇങ്ങനെ പുഷ്പം പോലെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ വായി പൊളിച്ച് നോക്കി നിൽക്കും. ഞാൻ സാധനം മോഷ്ടിക്കും, ഞാൻ സ്വർണം മോഷ്ടിക്കും, ഞാൻ രൂപം മോഷ്ടിക്കും, ഞാൻ കാശ് മോഷ്ടിക്കും, ഞാൻ കാശ് മോഷ്ടിക്കും, ഞാൻ രൂപം മോഷ്ടിക്കും. എന്താണെന്ന് വെച്ചാ മോഷണമാണ് എന്റെ തൊഴിൽ, മോഷ്ടാവാണ് ഞാൻ. അല്ല, കാക്ക എങ്ങനെ കുയിലായത്? ഇവന്റെ ശബ്ദം ഇത്രയും നന്നാവാൻ ചാൻസ് ഇല്ല. ഇതിലെന്തോ ഒരു ഉടായ്പുണ്ട്. വാ പോയി നോക്കാം. ഞാൻ സാധനം മോഷ്ടിക്കും, ഞാൻ സ്വർണം മോഷ്ടിക്കും, ഞാൻ രൂപം മോഷ്ടിക്കും, ഞാൻ കാശ് മോഷ്ടിക്കും, ഞാൻ കാശ് മോഷ്ടിക്കും, ഞാൻ സ്വർണം മോഷ്ടിക്കും. കാരണം കള്ളനാണ് എന്റെ പേര്, മോഷണമാണ് എന്റെ തൊഴിൽ. കള്ളനാണ് എന്റെ പേര്, മോഷണമാണ് എന്റെ തൊഴിൽ. ഓ, ഇത് ജോണിന്റെ ഹിഡൻ ടാലന്റ് അല്ല, ഹിഡൻ സിംഗർ ആണ്. ഇയാൾ ഇവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ അവിടെ സ്റ്റേജിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വരൂ, നമുക്ക് ഇയാളെ രക്ഷിക്കാം. ഈ തനിക്കിഷ്ടപ്പെട്ട പാട്ട് നീ പാടിക്കോ. ഓ, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം ശരിയായോ? ഇനി നിങ്ങൾ എല്ലാവരും ധൈര്യമായി പാടിക്കോ. ആദ്യം സിംഗറിന്റെ ഊഴമാണ്. കൊള്ളാം ജോൺ, കൊള്ളാം. പാട്ട് പാട്. നീ എന്താ മിണ്ടാണ്ടിരിക്കണേ? നന്നായിട്ട് പാടണുണ്ടായിരുന്നല്ലോ. ഫുർഫുരി നഗരത്തെ
ഞാൻ വിഡ്ഢികളാക്കും. അല്ല ഇപ്പൊ എന്തുണ്ടാക്കാനാ? അവരെല്ലാം വിഡ്ഢികൾ തന്നെ. ജഡ്ജസിനെ ഞാൻ വിഡ്ഢികളാക്കും. ഇനിയിപ്പൊ എന്തുണ്ടാക്കാനാ? അവരെല്ലാം വിഡ്ഢികൾ തന്നെ. അവരെല്ലാം വിഡ്ഢികൾ തന്നെ. അവരെല്ലാം വിഡ്ഢികൾ തന്നെ. മണ്ടന്മാരാണെന്ന് ഞങ്ങളെല്ലാം വിഡ്ഢികൾ എന്ന് പറയുന്നു. നീ മാത്രം വലിയ ക്യാമറ. ഇതെല്ലാം ശരിയാവുന്നത്. ഇത് ഞാനല്ല പാടിയത്. ഇത് ഞാനല്ല പാടിയത്. ഇത്രയും നേരം ഈ പാട്ടൊക്കെ പാടിയത് ഇതാ ഇയാളാണ്. ഞാൻ വെറുതെ ചുണ്ടനൊക്കെ നിന്നേയുള്ളൂ. ഇയാളാണ് പാട്ടൊക്കെ പാടിയത്. വിശ്വസിക്കേ. മോട്ടൂന്റെയും പത്തലൂന്റെയും ജോഡി തട്ടും ഇല്ല മുട്ടും ഇല്ല കാശും. ഓ മോട്ടൂന്റെയും പത്തലൂന്റെയും ജോഡി. മോട്ടു പത്ലുവും അവരുടെ ടീമും നന്നായിട്ട് പാട്ട് പാടിയിരിക്കുന്നു. അവർക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് സമ്മാനിക്കുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.